നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് അസാധാരണമായ ഒരു രാഷ്ട്രീയം തന്നെയാണ്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിൽ രാഷ്ട്രീയ കേരളം തന്നെ ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. അതിനുശേഷം ഇ.പി. ജയരാജന്റെ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഇടതുപക്ഷ ക്യാമ്പുകൾ വളരെ ഞെട്ടലും ആഹ്ലാദവും ഉണ്ടാക്കി. അതിനുശേഷമാണ് നിലവിൽ നിലമ്പൂർ എം.എൽ.എയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് നിലവിൽ ഭരണപക്ഷത്ത് നിന്നുള്ള ഒരു എം.എൽ.എ ആണ് നിലവിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. കൊലപാതകം മുതൽ സ്വർണ്ണക്കടത്തും അനധികൃത സ്വത്ത് സമ്പാദനവും നിയമപരാധികളുടെ പീഡനവും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് മന്ത്രിമാർ ഉൾപ്പെടെ പ്രധാനികളുടെ ഫോൺ ചോർത്തുന്നതുമൊക്കെ നേതൃത്വം നൽകുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആണെന്നാണ് ആരോപണം. ഈ ആരോപണം എന്തായാലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആരോപണം സത്യമാണെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ നിയന്ത്രിക്കുന്നത് വേറെ ആരോ ആണ് എന്ന് പറയേണ്ടി വരും. മുഖ്യന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് എന്ന വിവാദം പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷമാണ് നിലവിൽ പി അൻവറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണം പോലീസ് പിടികൂടി അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നതൊക്കെ പറയുമ്പോൾ കേരളവും കേരള പോലീസും എവിടെ വരെ എത്തി നിൽക്കുന്നുവെന്ന് ആലോചിക്കേണ്ടി വരും. ഒരു കൂട്ടം കുറ്റവാളികളായ പോലീസുകാർ ചെയ്യുന്ന പ്രവൃത്തികളുടെ കാരണം നല്ല പോലീസുകാർക്ക് പോലും ഇപ്പോൾ ചീത്തപ്പേര് കേൾക്കാൻ ഇടവരുന്നു. ഇതിൽ ആരോപണം ഉന്നയിച്ച എം.എൽ.എ പറയുന്നത് അയാൾ എ.ഡി.ജി.പിയുടെ ഭാര്യയുടെ ഫോൺ സംഭാഷണം ചോർത്തിയെന്നാണ്. അങ്ങനെയെങ്കിൽ അയാൾ ഒരു സമാന്തര ടെലിഫോൺ നെറ്റ്വർക്ക് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് രാജ്യദ്രോഹ കുറ്റമാണ്. അങ്ങനെയെങ്കിൽ അതിൽ എൻ.ഐ.എയുടെ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇത്രയും വലിയ സംഘടിത കുറ്റങ്ങൾ നടന്നിട്ടും ഇതൊന്നും അറിയാതെ വെറും ഒരു ദുർബലനായ ഒരാളാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയേണ്ടി വരും. സ്വന്തം വകുപ്പിനെ പോലും നിയന്ത്രിക്കാൻ അറിയില്ല എന്നതും വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. സ്വർണ്ണക്കടത്തിൽ അറസ്റ്റിലായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഞാൻ ഒപ്പിടാൻ പറയുന്നിടത്തൊക്കെ അങ്ങേര് ഒപ്പിട്ടോളുമെന്ന്. ദുർബലനാണെന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലായിട്ടും പുള്ളി കസേര ഒഴിയുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത്രയും ദുർബലനായ ഒരാളെ മുഖ്യമന്ത്രി കസേരയിൽ കിട്ടിയത് കൂടെയുള്ളവർ നന്നായി ചൂഷണം ചെയ്യുന്നതെന്നാണ്. PR ഏജൻസികൾ എഴുതി കൊടുക്കുന്ന പഞ്ച് ഡയലോഗുകൾ ഇടയ്ക്കിടെ തട്ടിവിടുന്നു എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ശബരിമലയിൽ പ്രക്ഷോഭം നടന്നപ്പോൾ ഭക്തരെ തല്ലിയൊതുക്കാൻ അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു. ഒരു തരത്തിലും ഇതിനെ ന്യായീകരിക്കാനാകില്ല എന്ന് BJP പറയുന്നുണ്ട്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ചിലർ BJP ഇതിലേക്ക് വലിച്ചിടുന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കി. അജിത് കുമാറിന്റെ അധോലോക ബന്ധവും ഉൾപ്പെടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 15 കോടി വില വരുന്ന വസ്തുവിലാണ് 3 നില പണിയുന്നതെന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എവിടെ നിന്നാണ് ഇത്രയും വലിയ വരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. അജിത് കുമാറിനെതിരെയും പത്തനംതിട്ട SP-ക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അന്ന് രാത്രി 10 മണിയോടെ ആ നടപടികളൊന്നും തന്നെ ഇല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. അജിത് കുമാറിന് ലോ ആൻഡ് ഓർഡർ തന്നെ തിരികെ ഏൽപ്പിക്കുന്നു. പത്തനംതിട്ട SP സുജിത് ദാസിന്റെ നടപടി ഒരു സ്ഥലമാറ്റത്തിലേക്ക് ഒതുക്കുന്നു. കൂടാതെ ജനങ്ങളെയും മാധ്യമങ്ങളെയും എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ADGPയുടെ റാങ്കിന് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു 5-അംഗ ടീം രൂപീകരിച്ചിട്ട് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഈ അന്വേഷണം എവിടെ വരെ ചെന്ന് അവസാനിക്കുമെന്നത് ഉറപ്പാണ്. അതായത് ഈ അന്വേഷണത്തിന്റെ കാലാവധി വെറും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു റിപ്പോർട്ട് എഴുതി മുഖ്യമന്ത്രിക്കും DGPക്കും ഈ പ്രത്യേക അന്വേഷണ സംഘം കൊടുക്കും. അതായത് നിലമ്പൂർ MLA-യുടെ ആരോപണങ്ങളെല്ലാം തന്നെ കളവാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടതിന് ശേഷം പിന്നെ ഒരക്ഷരം നിലമ്പൂർ MLA പിന്നെ വേണ്ടിയിട്ടില്ല. ഇതുവരെ നിരീശ്വരവാദിപരമായി നടന്ന ഇടതുപക്ഷ സർക്കാർ, അതായത് CPM, പെട്ടെന്ന് തന്നെ നിലമ്പൂർ MLA-യുടെ ശരീരത്തിലേക്ക് ഒരു ബാധ കയറുന്നത് പോലെ ദൈവവിശ്വാസവും ഒക്കെ പറയാൻ തുടങ്ങുന്നത് എവിടെ വരെ കാര്യങ്ങൾ എത്തുന്നുവെന്നും നിലമ്പൂർ MLA-യെ ആരാണ് നിയന്ത്രിക്കുന്നതെന്നും പെട്ടെന്ന് തന്നെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ KT ജലീൽ അടക്കം പറയുന്നു, ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. KT ജലീൽ ഒരു ആന്റി കറപ്ഷൻ ബ്യൂറോ തന്നെ സ്വന്തം പേരിലേക്ക് തുടങ്ങുന്നു, ഒരു വാട്സപ്പ് നമ്പറൊക്കെ വെക്കുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ CPM-നെ സംഘടിതമായി തകർക്കാൻ ഉള്ളൊരു നീക്കം, അല്ലെങ്കിൽ പാർട്ടിയെ ആരൊക്കെയോ പിറകിൽ നിന്നുകൊണ്ട് ചരട് വലിക്കുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഇതിനെതിരെ അമിത്ഷാ ഉൾപ്പെടെ ശക്തമായ ഒരു അന്വേഷണമാണ് ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ വരും ദിവസങ്ങളിൽ ഒരു അന്വേഷണത്തിന് സാധ്യത, കേന്ദ്രം തന്നെ ഒരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.